ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതിൻ്റെ പേര് മാത്രം ഒരിത്തിരി പുതുമയുണ്ട്. എന്താണെന്നറിയോ? വത്സൻ. അതിൻ്റെ കൂട്ടി നല്ല അടിപൊളി കട്ടൻ ചായ. കട്ടൻ ചായ ഒരു സ്പെഷ്യൽ രീതിയിലായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് സസ്പെൻസ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ മാത്രം അറിഞ്ഞാൽ മതി എന്താണ് കട്ടൻ ചായയിൽ ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കാൻ പോകുന്നത്. അതും നല്ല അടിപൊളി കൊച്ചു കലത്തിൽ ആണ് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, അതെങ്ങനെ വരും എന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ വത്സന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇത് മൈദ, പിന്നെ തേങ്ങ ചിരകിയതും അതേപോലെ തന്നെ പഞ്ചസാരയുടെ ഒരുമിച്ച് കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. മുട്ട, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം. ഇത്രയും സാധനം കൊണ്ട് ഒരു അടിപൊളി പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വത്സന ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മൈദ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അപ്പം ഞാൻ മുട്ട ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തോടെ ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം. കട്ട കുത്താതെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ബാറ്റർ വേണം. ദോശയ്ക്കൊക്കെയുള്ള മാവില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. ദോശയുടെ അത്ര ലൂസ് ആവണ്ട കേട്ടോ, കുറച്ച് കട്ടി വേണേ. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വത്സനെ ഉണ്ടാക്കാം. അപ്പം നമ്മുടെ വത്സൻ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ എണ്ണ തേച്ച് കൊടുക്കണം അതിൻ്റെ പുറത്ത്. കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒഴിച്ച് കൊടുക്കാണ്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാം. അത്ര നല്ല ഷേപ്പിൽ വന്നിട്ടില്ല കേട്ടോ, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഷേപ്പാക്കും. യെസ്, ഷേപ്പായല്ലോ. അപ്പം ഞാൻ വത്സനെ ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ സൈഡ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട്, തിരിച്ചിട്ട ശേഷം തേങ്ങ ഇങ്ങനെ നടുക്ക് വെച്ച് കൊടുക്കാം. തേങ്ങയും പഞ്ചസാരയോടെ എടുത്തത്. അപ്പം നമ്മുടെ വത്സൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണോടെ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം നേരത്തെ പോലെ തന്നെ എണ്ണ തേച്ച് കൊടുക്കാം. അപ്പം നമുക്ക് രണ്ടാമത്തെ വത്സനയുടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും. എടുക്കുവാണേ. അപ്പം നമ്മുടെ അപ്പം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പുറത്തോട്ട് തിരിച്ചിടാം. അപ്പം രണ്ട് സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ.
എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ മടക്കി വെക്കാം. ഈ സൈഡ് തിരിച്ച് ഇങ്ങനെ മടക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് ചുട്ടെടുക്കാം. ഇത് ജസ്റ്റ് പഞ്ചസാരയൊക്കെ ഒന്ന് എല്ലായിടത്തും ആയി ഉരുകിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് മാവിടെ ബാലൻസ് ഇരിപ്പുണ്ട്. നമുക്ക് അതുകൂടെ യൂസ് ചെയ്ത് നമ്മുടെ വത്സന ഉണ്ടാക്കിയെടുക്കാം. നമ്മളിനിയപ്പം ചായ തിളപ്പിക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞടുപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. തീയൊക്കെ കത്തി വന്നിട്ടുണ്ട് അതിലേക്ക്. ഇനി നമുക്ക് കുഞ്ഞു ചട്ടി നിറയെ വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക് വേണ്ടിയിട്ടുള്ള. ഇനി നമുക്ക് വെള്ളം തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. പുതിന ഇല പറിച്ചെടുക്കണം നമ്മുടെ ചായക്ക് വേണ്ടിയിട്ട്. പുതിന ഇട്ട ചായ നല്ല ടേസ്റ്റാണ്. ഓക്കെ, നല്ല ഫ്രഷ് പുതിന. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നോർമലി നമ്മൾ ചായക്ക് ചെയ്യുന്ന പോലെ തന്നെ പഞ്ചസാര ഇട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര അലിയുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പറിച്ച് വെച്ചതാ നല്ല പുതിന ഒരു തണ്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ 2 നാരകത്തിൻ്റെ ഇല. ഇതോടെ കിടന്നൊന്ന് ചെറുതായിട്ട് തിളക്കട്ടെ. ഒന്ന് വാടി വരണം. ആ ഫ്ലേവർ ആ വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേയിലയോടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചായ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മിൻറ്റിൻ്റെയും അതേപോലെ തന്നെ ആ നാരങ്ങയുടെ ഇലയുടെയൊക്കെ മണം നല്ല അടിപൊളിയായിട്ട് മൂക്കിലോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ സ്പെഷ്യൽ ടീ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും നമ്മുടെ വത്സനയോട് കൂട്ടിയിട്ട് കഴിക്കാം. അപ്പം നമ്മുടെ വത്സനും നല്ല സ്പെഷ്യൽ കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ വത്സൻ എന്ന് പറയുന്ന സാധനം എൻ്റെ അമ്മ സ്ഥിരം വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പം ഒരു ദിവസം എനിക്കിതിൻ്റെ പേരെന്താന്ന് അറിയില്ല. ചോദിച്ചു കഴിഞ്ഞപ്പം എന്നോട് അമ്മ പേര് പറഞ്ഞത് ഇതിൻ്റെ പേര് വത്സൻ എന്നാണെന്നാണ്. അപ്പം ഭയങ്കര കൗതുകം. അങ്ങനെയാണ് ഞാൻ ഈ സംഭവം ഇത് വീഡിയോ ആക്കി ഉണ്ടാക്കിയത്. പിന്നെ മടക്കപ്പൊന്നും പറയാറുണ്ട് കേട്ടോ ചിലർ. ചായ ഒരു ടിപ്പ് എടുക്കുക. ചായ ഒരു സിപ്പ് ഞാൻ എടുക്കാം. നല്ല ഫ്ലേവർ ചായയും ഇടിയുടെ ഒരു വത്സനും അടിപൊളി. ഞാൻ പറയാനുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഫുള്ള് കാണണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് സ്പെസിഫൈ ചെയ്തേക്കണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.